ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂ SRT സീരീസിലെ മറ്റൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ആ ഒരു അധ്യായം നമ്മൾ പഠിച്ച് വന്നുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മളൊരു അധ്യായം പഠിച്ചു വരികയായിരുന്നു. ആ ഒരു അധ്യായം ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2 വരുന്ന അധ്യായമാണ്. അധ്യായത്തിൻ്റെ പേര് ജനാധിപത്യം, ഒരു ഇന്ത്യൻ അനുഭവം എന്ന ഈ ഒരു അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിൻ്റെ സിംഹഭാഗവും നമ്മൾ 3 പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 പാർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിലൂടെയാണ് അറിയിക്കുന്നത്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം നമ്മുടെ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചാനലിൻ്റെയും ക്ലാസ്സിൻ്റെയും അതുപോലെ നമ്മുടെ ആപ്പിൻ്റെയും ഈ ബുക്കിൻ്റെയും ഒക്കെ വിശദാംശങ്ങൾ നമുക്ക് ആ ഒരു ചാനലിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതിലൂടെയാണ് മിസ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വിവരങ്ങളെല്ലാം തന്നെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ന് ഏത് അധ്യായമാണ് പഠിക്കുന്നത്, ഇന്ന് ഏത് അധ്യായത്തിൻ്റെ ക്ലാസ്സാണ് എന്നറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഏതൊക്കെ പാർട്ടുകൾ അപ്ലോഡ് ചെയ്തോ എന്നുള്ള രീതിയിലുള്ള വിശദാംശങ്ങൾ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി ഈ ഒരു അധ്യായത്തിൻ്റെ 3 പാർട്ടുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ ഭാഗമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു അധ്യായം ഫിനിഷ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ഇതുവരെ ചർച്ച ചെയ്തു വന്നത് ജനാധിപത്യം എന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥ എന്ന നിലയിലും സാമൂഹിക വ്യവസ്ഥ എന്ന നിലയിലും വിജയിക്കപ്പെട്ട ഇന്ത്യയുടെ കുറച്ച് അനുഭവങ്ങളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉൽപ്പത്തിയും വ്യാപ്തിയും വികാസങ്ങളും സങ്കീർണമായിട്ടുള്ള നിരവധി രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളുടെയൊക്കെ ഫലമാണ് എന്നുമൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഈ ഒരു അധ്യായത്തിലൂടെ ഇതിനോടകം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വിഭജനാനന്തരം രൂക്ഷമായിട്ടുള്ള വർഗീയ കലാപങ്ങൾ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കലാപങ്ങൾ, ഇതേ തുടർന്നുള്ള ഇന്ത്യൻ ജനതയുടെ പാലായന അനുഭവങ്ങൾ, വിഭജനാനന്തര കുടിയേറ്റവും പാലായനവും, അതിനുശേഷമുള്ള വിവിധ തരത്തിലുള്ള നിയമങ്ങൾ, പാലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരം, പുനരധിവാസം പോലെയുള്ള നിയമങ്ങൾ, പൗരത്വ നിയമങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളായിട്ടൊക്കെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വ്യവസ്ഥകൾ, ശേഷമുള്ള കുറച്ച് കരാറുകൾ, തൽസ്ഥിതി കരാർ, പ്രവേശന കരാർ, സംയോജന കരാർ, ഇവയെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ അടിയന്തരാവസ്ഥ എന്നതിനെക്കുറിച്ചും അതിനുശേഷം നമ്മൾ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ആദ്യമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിസഭയെക്കുറിച്ചും വിശദാംശങ്ങളും കണ്ടു. അടിയന്തരാവസ്ഥ എന്നൊരു വ്യവസ്ഥിതിയെക്കുറിച്ച് കണ്ടു. അതേ തുടർന്ന് നമ്മൾ ജനകീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിധത്തിൽ വിവിധ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും മറ്റും കണ്ടു. 1953 കാക്ക കലേൽക്കർ കമ്മീഷന്റെ നിയമനം, മണ്ഡൽ കമ്മീഷന്റെ നിയമനം 1979, തുടർന്നുള്ള 1990 കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ തീരുമാനിക്കുന്നത്, ഇത്തരത്തിലുള്ള വിശദാംശങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ കണ്ടത് ദളിത് പ്രസ്ഥാനങ്ങൾ, ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം, അതുപോലെ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട സ്ത്രീ മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു. അതേ തുടർന്ന് നിർഭയ പ്രസ്ഥാനം കണ്ടു. മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടു. അതുപോലെ പ്രധാനപ്പെട്ട ചില പ്രസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും നമ്മൾ കണ്ടു. അതേ തുടർന്ന് കർഷക പ്രസ്ഥാനങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരാവകാശ നിയമം എന്ന പ്രധാനപ്പെട്ട മറ്റൊരു നിയമം കണ്ടു. വിവരാവകാശ നിയമത്തിനായുള്ള പ്രസ്ഥാനം, അവയുടെ പ്രവർത്തനം, വിവരാവകാശ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ കണ്ടു. ഒരു പ്രാദേശിക പ്രസ്ഥാനം എന്ന നിലയിൽ 3 വിഭാഗത്തിൽ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങളും സ്വയംഭരണ പ്രസ്ഥാനങ്ങളും വിഘടനവാദ പ്രസ്ഥാനങ്ങളും കണ്ടു. അതേ തുടർന്ന് ദ്രാവിഡ പ്രസ്ഥാനം, അതുപോലെ അസം പ്രസ്ഥാനം, പിന്നീട് കുറച്ചധികം സ്വയംഭരണ ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രസ്ഥാനങ്ങളും വിഘടനവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം വടക്കു കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങളെയും വർഗീയത എന്ന ഒരു വിപത്തിനെ പറ്റിയുമെല്ലാം നമ്മൾ സംസാരിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങളാണ്. അവിടെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയത് ഇവിടെയാണ്. ഇനി നമ്മൾ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഭരണഘടന എന്ന് പറയുന്നത് പൊതുവെ ഒരു ചട്ടക്കൂട് പോലെയാണ്. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു അസ്ഥിപഞ്ജരം മാത്രമാണ്. ഈ അസ്ഥിപഞ്ജരത്തിനകത്ത് ജീവൻ വേണമെങ്കിൽ അതിന് മാംസവും രക്തവും ഒക്കെ പ്രദാനം ചെയ്യണം. അത് പ്രദാനം ചെയ്യുന്നത് ആരാണ്? യഥാർത്ഥ രാഷ്ട്രീയ പ്രക്രിയകളാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിനെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകൾ വലിയ പരിധി വരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു വലിയ പരിധി വരെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ രാഷ്ട്രീയ പ്രക്രിയകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഗവർണർമാരാണ്. ഭരണഘടന നിലവിൽ വന്ന അന്നു മുതൽ ഇന്നുവരെയുമുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിൽ ഗവർണർമാരുടെ പങ്ക് വളരെ വലുതാണ്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഗവർണറുടെ പങ്ക്, റോൾ ഓഫ് ഗവർണർ ആണ് പഠിക്കുന്നത്. ഗവർണർമാരുടെ പങ്ക് എന്ന് പറയുന്നത് എക്കാലത്തും സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ്. നമ്മൾ നേരത്തെ പത്രക്കട്ടിങ്ങുകളൊക്കെ കണ്ടല്ലോ. അത്തരത്തിലൊരു വിവാദ വിഷയമാണ് ഗവർണർമാരുടെ പങ്കും സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ. ഗവർണർ എന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല. നമുക്കറിയാം ഗവർണർ ആകുന്ന വ്യക്തി ആരാണ്? ഒരു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരോ ഒക്കെ ആണ് പൊതുവെ ഗവർണർമാരായിട്ട്. സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 153 കേട്ടോ. 153 ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് കേട്ടോ പറഞ്ഞത്. 153 ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. കേന്ദ്രത്തില് ഉപരാഷ്ട്രപതി പോലെയുള്ള വൈസ് ഗവർണറുടെ തസ്തികകളൊന്നും തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ കാണാറില്ല. ഇപ്പോ നമ്മുടെ കേന്ദ്രത്തില് രാഷ്ട്രപതിക്ക് തുല്യമാണ് സംസ്ഥാനത്തിൽ ഗവർണർ പദവി എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ കേന്ദ്രത്തിൽ ഉപരാഷ്ട്രപതി പോലെ ഒരു വൈസ് ഗവർണർ ഒന്നും നമുക്കിവിടെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ പറയാറില്ല. രാഷ്ട്രപതിയെ പോലെ തന്നെ ഗവർണറും ഏകദേശം സിമിലർ ആണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വരുന്നത്. രാഷ്ട്രപതിയെ പോലെ തന്നെ ഗവർണറും നാമമാത്രമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് തലവനാണ്. അതായത് ഭരണഘടനാ തലവനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലൊരു വിവാദ വിഷയമായിട്ട് ഗവർണർമാരുടെ പങ്കുകൾ വിവാദ വിഷയങ്ങളിൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗവർണർ പദവി, ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ഗവർണറെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ്. ഗവർണറുടെ നിയമനത്തിന് എത്ര പ്രായം മിനിമം ആവശ്യമാണ്? ഗവർണറുടെ നിയമനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഗവർണറുടെ യോഗ്യത എന്ന് പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, അതുപോലെ 35 വയസ്സ് ആയിരിക്കണം, പൂർത്തിയായിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ് പ്രധാനമായും പറയുന്ന യോഗ്യത. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഗവർണർ എന്ന പദവി വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദവിയാണ്. ഇനി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ, വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണവും സംസ്ഥാനങ്ങളിൽ മറ്റൊന്നുമാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലായിട്ടാണ് ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ കൂടുതലും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതിന് മൂലം എന്താണ് പലതരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് 1983 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുത് എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ 1983 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് 1983 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള സർക്കാരിയ കമ്മീഷൻ. ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് കമ്മീഷൻ, അതുപോലെ കമ്മീഷൻ എന്ത് ശുപാർശ നൽകി, കമ്മീഷന്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായിട്ട് നിയമിക്കരുത് എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ.
സർക്കാരിയ കമ്മീഷനെ കുറിച്ച് ഇവിടെ വിശദമായി നൽകിയിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിനെ കുറിച്ച് പഠിക്കാൻ എന്ന് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനാണ് സർക്കാരിയ കമ്മീഷൻ. ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഓക്കെ, 1983 നിയമിക്കപ്പെടുന്നത്. 1983 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് RS സർക്കാരിയായിരുന്നു. ജസ്റ്റിസ് RS സർക്കാരിയായിരുന്നു ഈ ഒരു കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1983 സർക്കാരിയ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1983 നിയമിക്കപ്പെട്ട ഈ ഒരു കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് RS സർക്കാരിയായിരുന്നു. ജസ്റ്റിസ് RS സർക്കാരിയ. 1983 നിലവിൽ വന്ന ഈ ഒരു കമ്മീഷൻ 1988 റിപ്പോർട്ട് സമർപ്പിക്കുകയും കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയുമാണ് ചെയ്തത്. ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കമ്മീഷൻ പറയുന്നത് കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കുന്നതിനായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യമാണ് എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നത് പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ആവശ്യമുള്ള ഘടകങ്ങളാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും ഉരസലുകളും ഒക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ഭരണഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യമാണ് എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു എങ്കിൽ കൂടിയും അവ പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. വർഷം 1983. ക്ലിയർ അല്ലേ? ഓക്കെ, ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും ഒക്കെ വിവാദമാകാൻ മറ്റൊരു കാരണം കൂടിയാണ്. അതാണ് ഇനി പറയുന്നത്. ഭരണഘടനയിലെ 356 വകുപ്പ് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചതാണ്. ഈ ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് മുന്നേ പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ശീലിക്കുക. അതായത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇത് ഞാൻ ജനറലി പറയുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഈ കാര്യം, ഇതിന് മുന്നേ നമ്മളിത് പഠിച്ചിരുന്നോ, ഇത് എന്തായിരുന്നു എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കാനായിട്ട്, നമ്മളതായ രീതിയിലൊന്ന് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളിതൊന്നും മറന്നുപോയില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 356 വകുപ്പ്. ഭരണഘടനയിലെ ഈ ഒരു 356 വകുപ്പാണ് ഈ ഒരു വിവാദത്തിന് കാരണം. അപ്പം എന്താണത് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന് ഈ ഒരു വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ 356 വകുപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് സ്റ്റേറ്റ് എമർജൻസിയാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വരുന്ന സമയത്ത് ഗവർണർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനായിട്ട് കഴിയും. എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഈ ഒരു വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പം ഈ ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണമാണ്. ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ്?
നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ ഒരു വകുപ്പ് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അതും ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രാഷ്ട്രപതിക്ക് ആ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനായിട്ട് കഴിയുള്ളൂ. എന്നാൽ ഇവിടെ ഗവർണർമാരുടെ അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതായത് നിയമസഭയിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഉദാഹരണമാണ് നമ്മുടെ തന്നെ കേരള ഗവൺമെന്റ് 1959 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ സംഘർഷങ്ങൾക്കും മറ്റ് പലവിധ പ്രശ്നങ്ങൾക്കും ഇത്തരത്തിൽ അധികാരങ്ങൾ, ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും ഒക്കെ വിവാദമാകാനായിട്ടുള്ള ഒരു കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ആർട്ടിക്കിൾ 356. അപ്പോൾ ആർട്ടിക്കിൾ 356 കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ വകുപ്പ് 356 സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ അനുച്ഛേദം 356 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഈ ഒരു വകുപ്പിനെ പറയുന്ന പേര് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രപതി ഭരണം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്ന രീതിയിലും പറയാറുണ്ട്. അപ്പൊ രാഷ്ട്രപതി ഭരണം, അധികാരം രാഷ്ട്രപതിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്നത്. ഈ ഒരു വകുപ്പ് പ്രകാരം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായിട്ട് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചിട്ടുള്ള 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടാണ്. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ പറഞ്ഞ 356. ഇതിൻ പ്രകാരം ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ ഒരു വകുപ്പ് ഉപയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട്. 1967 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ 356 വകുപ്പ് എന്നത് അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1967 ശേഷം ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ കേട്ടിരുന്ന മണിപ്പൂരിലൊക്കെ ഇത്തരത്തിലൊരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് മാറ്റിയെന്ന രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വലിയ പ്രശ്നങ്ങളും മറ്റും നടന്ന സമയത്ത് അല്ലെ. അപ്പൊ ഇതാണ് 356 വകുപ്പ്. ഇനി ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും. ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. കേന്ദ്രത്തിലേതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. കേന്ദ്രത്തിലേതുപോലെ തന്നെ നമുക്കും സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രപതിയെ പോലെ തന്നെ ഗവർണറും നാമമാത്ര തലവനാണ്, നോമിനൽ ലീഡറാണ്, ഭരണഘടനാപരമായിട്ടുള്ള തലവൻ മാത്രമാണ്. എന്നാൽ യഥാർത്ഥ കാര്യനിർവഹണ അധികാരം ആർക്കാണ്? യഥാർത്ഥ കാര്യനിർവഹണ അധികാരം വരുന്നത് മുഖ്യമന്ത്രിക്കാണ്. സെന്ററിൽ പ്രധാനമന്ത്രി പോലെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വരുന്നത്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിലാണ് യഥാർത്ഥ കാര്യനിർവഹണ അധികാരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. ഗവർണറുടെ ചുമതലകളും അതുപോലെ അധികാരങ്ങളും ഒക്കെയാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. ഒന്നാമത് നിയമനിർമ്മാണ അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഗവർണറുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക, ഇതെല്ലാം തന്നെ ഗവർണറുടെ നിയമനിർമ്മാണ അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക, സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, ബജറ്റും ധനബില്ലും സഭയിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ട മുൻകൂർ അനുമതി നൽകുക. രാഷ്ട്രപതിയുടേതിന് ഏകദേശം തുല്യമായിട്ടുള്ള തന്നെ അധികാരങ്ങളാണ് ഇവിടെ ഗവർണർക്കും ഉള്ളത്.
ഇനി കാര്യനിർവഹണ അധികാരങ്ങൾ. കാര്യനിർവഹണ അധികാരങ്ങൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. ഒരു സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കുന്നത് ഗവർണറുടെ പേരിലാണ്. ഗവർണറുടെ മറ്റൊരു കാര്യനിർവഹണ അധികാരമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച കക്ഷിയുടെ, രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ സഖ്യത്തിന്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കുക. തുടർന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റ് മന്ത്രിമാരെയും നിയമിക്കുക. ഇതും ഗവർണറുടെ കാര്യനിർവഹണ അധികാരത്തിൽ ഉൾപ്പെടുന്നു. കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മറ്റൊന്നാണ് അംഗങ്ങളുടെ നിയമനങ്ങൾ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക എന്നത് ഗവർണറുടെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തതാണ് നീതിന്യായ അധികാരങ്ങൾ അല്ലെങ്കിൽ ജുഡീഷ്യറി പവേഴ്സ് എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം, നീതിന്യായ അധികാരം എന്ന നിലയിൽ ഗവർണറിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനോ ശിക്ഷ താൽക്കാലികമായി നിർത്തലാക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇനി വിവേചന അധികാരങ്ങൾ, ഡിസ്ക്രിഷണറി പവേഴ്സ്. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്തൊക്കെയാണ്? ഗവർണറുടെ പദവി. നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭാ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചന അധികാരം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മന്ത്രിസഭ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ സഖ്യത്തിൽ നിന്നോ ഒരാളെ, നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനുള്ള ചുമതല അദ്ദേഹത്തിനുണ്ട്. ഇത്തരത്തിൽ നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വരുന്ന സാഹചര്യമാണെങ്കിൽ മന്ത്രിസഭാ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് അദ്ദേഹത്തിന്റെ വിവേചന അധികാരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി സംസ്ഥാന ഭരണകാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഗവർണറാണ്. നിയമസഭ പാസ്സാകുമ്പോൾ ബില്ല് ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇനി നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ഗവർണറാണ്. അതുപോലെ പാസ്സാക്കുന്നതിനായിട്ട് ഗവർണറുടെ കയ്യിൽ എത്തിയിട്ടുള്ള അതായത് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ഗവർണർക്ക് ഇത്തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാവുന്നതാണ്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, ബില്ലിന് അംഗീകാരം നൽകുന്നു എന്നോ അല്ലെങ്കിൽ നൽകുന്നില്ല എന്നോ പ്രഖ്യാപിക്കാനായിട്ട് ഗവർണർക്ക് സാധിക്കും. ഒരു ബില്ലിന് അംഗീകാരം നൽകാം, അല്ലെങ്കിൽ ആ ഒരു ബില്ലിന് അംഗീകാരം, അനുമതി നൽകാതെയും ഇരിക്കാം. രണ്ടാമത്, ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അതായത് വീണ്ടും പരിഗണിക്കുന്നതിനായിട്ട് ബില്ല് തിരികെ നൽകാം. ഇവിടെ എക്സെപ്ഷൻ എന്താ വെച്ചാൽ, മണി ബില്ലാണെങ്കിൽ പറ്റില്ല. കാരണം നമ്മൾ എന്താണ്, മണി ബില്ലിന് ഗവർണർ നേരത്തെ അനുമതി നൽകണം എന്നത് കണ്ടതാണ് അല്ലെ. അപ്പോൾ മണി ബില്ലാണെങ്കിൽ പറ്റില്ല, അല്ലാതെ ഏതൊരു ബില്ലും വീണ്ടും പരിഗണിക്കുന്നതിനായിട്ട് തിരികെ നൽകാനായിട്ട് സാധിക്കും. അങ്ങനെ തിരികെ നൽകുകയാണെങ്കിൽ, തിരികെ നൽകുന്ന സാഹചര്യത്തിൽ അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും ഗവർണർക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അത് ഭേദഗതിയോടെയോ അല്ലാതെയോ ആകാം. ഭേദഗതി ചെയ്തു തന്നെ അയക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഭേദഗതിയോടെയോ അല്ലാതെയോ പാസ്സാക്കിയിട്ട് സഭ വീണ്ടും ഗവർണർക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ ഗവർണർ അതിന് അനുമതി നൽകണം. ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. ക്ലിയർ ആണോ? ഭേദഗതി ഇപ്പൊ ഇത്തരത്തിലൊരു ബില്ല്, നിയമസഭ ബില്ല് പാസ്സാക്കിക്കൊണ്ട് ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ബില്ലിന് അംഗീകാരം നൽകാം, അല്ലെങ്കിൽ അംഗീകാരം നൽകാതെ ഇരിക്കാം. അതുമല്ലെങ്കിൽ ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പരിഗണിച്ചോ പരിഗണിക്കാതെയോ
സഭ വീണ്ടും ആ ഒരു ബില്ല് ഗവർണർക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഗവർണർ ആ ഒരു ബില്ലിന് അംഗീകാരം അല്ലെങ്കിൽ അനുമതി നൽകണം. പിന്നീട് ഈ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനും ആകുന്നതാണ്. അപ്പൊ ഇത്രയും നടപടികളാണ് ഗവർണർക്ക് ഒരു ബില്ല് ലഭിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് സംസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ സുഗമവും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് യോജിക്കും വിധവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർക്കാരിനെ സഹായിക്കുക എന്ന കടമയാണ് ഗവർണർമാർക്ക് ഉള്ളത്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല, മറിച്ച് അതിൻ്റെ സുഹൃത്തും ദാർശനിക വഴികാട്ടിയുമാണ്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല, മറിച്ച് സുഹൃത്തും ദാർശനിക വഴികാട്ടിയുമാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഗവർണർമാരുടെ ഇടപെടലുകൾ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ഇനി ഓക്കെ, അപ്പൊ ഇത്രയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതേ തുടർന്ന് നമ്മൾ ഗവർണറെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഇതുവരെ പഠിച്ചത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അവയിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ ആദ്യം വർഗീയത പഠിച്ചു. അതേ തുടർന്നാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങളെ കുറിച്ച് പഠിച്ചത്. ഇതെവിടെ കണ്ടോ? ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ? വർഗീയത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ. അടുത്തത് നമ്മൾ അപ്പൊ ഇതിൽ നമ്മൾ വർഗീയത, അതുപോലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങളാണ് കണ്ടത്. ഇനി നമുക്ക് അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം എന്നതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അധ്യായം പൂർത്തിയാകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായി അഴിമതിയെ കുറിച്ച് നോക്കാം. അഴിമതി, കറപ്ഷൻ. എന്താണ് അഴിമതി? ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗപ്പെടുത്തിയും അനധികൃതമായി സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റെന്തെങ്കിലും പ്രത്യുപകാരമോ സ്വീകരിക്കുന്നതിനെ അഴിമതിയായി കണക്കാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനമോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ അനധികൃതമായി സ്വാധീനം ചെലുത്തിയോ നിയമപരമായി ലഭിക്കേണ്ട വേതനം കൂടാതെ അതിനു പുറമെ പണമായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരമോ സ്വീകരിക്കുന്നതിനെ അഴിമതിയായി കണക്കാക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് കൈക്കൂലി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം. ഇവയെല്ലാം തന്നെ അഴിമതിക്ക് ഉദാഹരണങ്ങളായി നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നിക്ഷേപങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവയെല്ലാം തന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള പ്രവർത്തനത്തിലൂടെ, അഴിമതി ഇവയെല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അഴിമതി നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ സൗകര്യങ്ങളെയും ഒക്കെ തന്നെ ചില വ്യക്തികളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുകയും ജനാധിപത്യം എന്നത് പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ഒന്നാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അഴിമതി എന്നത് ഇത്തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനമോ മറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തിലേക്ക് മാത്രം അധികാരങ്ങൾ മാറിപ്പോകുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ്. അപ്പൊ ഇത് എന്ത് സംഭവിക്കുന്നു? ജനാധിപത്യ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങളൊന്നും ലഭിക്കാതെ വരികയും ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ അത് ചില വ്യക്തികളിൽ, ഒരു വിഭാഗം ജനങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവ ഒഴിവാക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവിടെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനം രൂപീകരിക്കുക, അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക, അഴിമതിക്കെതിരെ ജനജാഗ്രത വളർത്തിയെടുക്കുക, രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമാക്കുക, ഭരണരംഗം സുതാര്യമാക്കി വയ്ക്കുക, ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവയെല്ലാം ചെയ്യുന്നതിലൂടെ അഴിമതിക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാനായി സാധിക്കും. അതിലൂടെ അഴിമതി തടയുന്നതിനായിട്ടും സാധിക്കും. ഇനി ഇലക്ട്രൽ ബോണ്ടാണ് അഴിമതിക്ക് കാരണമായിരുന്ന മറ്റൊന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന തലക്കെട്ട് നോക്കാം. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടന വിരുദ്ധം,
സുപ്രീം കോടതി അഭിപ്രായപ്പെടുകയാണ്. അതുപോലെ ഇലക്ട്രൽ ബോണ്ട് കൈക്കൂലിയായി മാറാം സുപ്രീം കോടതി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ തലക്കെട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുള്ളതിനെ കുറിച്ചുള്ള വാർത്തകളാണ്. അപ്പൊ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട്. 2017-18 കേന്ദ്ര ബജറ്റിലൂടെയാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന ആശയം അവതരിപ്പിക്കുന്നത്. തൊട്ട് മുൻപത്തെ സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 1% കുറയാതെ വോട്ട് നേടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഈ ഒരു ബോണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വർഷത്തിന് തൊട്ട് മുൻപത്തെ വർഷത്തെ സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 1% കുറയാതെ വോട്ട് നേടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഈ ഒരു ബോണ്ടിലൂടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 1000 മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി ബോണ്ട് വാങ്ങാം. ഇവിടെ 1000 രൂപ മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള അത്രയും തുക ഉപയോഗിച്ചുകൊണ്ട് SBI വഴി ബോണ്ടുകൾ വാങ്ങാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ സംഭാവന എന്ന വിഭാഗത്തിലാണ് ഈ ഒരു തുക വരുന്നത് എന്നതുകൊണ്ട് തന്നെ നികുതി ഇളവ് ലഭിക്കുന്നതാണ് ഈ ഒരു തുകയ്ക്ക്. അതുപോലെ ദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന ഈ ഒരു ബോണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾ 15 ദിവസത്തിനകം പണമാക്കി മാറ്റണം എന്നും ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ഇലക്ട്രൽ ബോണ്ട് വർക്ക് ചെയ്തത്. എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായില്ലേ. അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും ഒക്കെ ഇഷ്ടമുള്ള തുക നൽകാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ 1000 രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള പണം ഇവർക്ക് ഇഷ്ടമുള്ള ഒരു തുകയ്ക്ക് SBI വഴി ബോണ്ട് വാങ്ങാനായി സാധിക്കും. സംഭാവന ഇനത്തിൽ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് നികുതി ഇളവ് ലഭിക്കുകയും ചെയ്തു. അതുകൂടാതെ ഇവിടെ ലഭിക്കുന്ന ഈ ഒരു ബോണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾ 15 ദിവസത്തിനകം പണമായി മാറ്റുകയും ചെയ്യണം. ഈ ബോണ്ടുകളുടെ സുതാര്യതയും അതുപോലെ തന്നെ നിയമസാധുതയും ഒക്കെ പിന്നീട് പരിശോധിക്കുകയും ഇത് പരിശോധിച്ച് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ സുപ്രീം കോടതി വിധിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ മൗലിക അവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്നത് മൗലിക അവകാശത്തിന് വിരുദ്ധമാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. അപ്പൊ അഴിമതിക്ക് കാരണമാകുന്ന ഒന്നാണ് എന്ന രീതിയിലാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി 2024 ഫെബ്രുവരി 15 റദ്ദാക്കുന്നത്. ഓക്കെ, അടുത്തത് രാഷ്ട്രീയത്തിന്റെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത്, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രാഷ്ട്രീയത്തിന്റെ ക്രിമിനലൈസേഷൻ അല്ലെങ്കിൽ ക്രിമിനൽ വൽക്കരണം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയിട്ടുള്ള പ്രവണതകളെയാണ് ഇവിടെ രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളാകാം അല്ലെങ്കിൽ പ്രവർത്തകരാകാം, ഇവർ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളത് മാത്രമല്ല, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അതുപോലെ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവണതകളെയാണ് രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ പറയുന്ന മറ്റൊന്നാണ് രാഷ്ട്രീയത്തിൽ
ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയോ ചെയ്യുന്നതൊക്കെ ഇത്തരത്തിൽ പറഞ്ഞതുപോലെ ജനാധിപത്യം എന്നതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യത്തിന്റെ മൂല്യച്യുതിക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒന്നാണ്. ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിലോ കൃത്യമായ രീതിയിലുള്ള ഒരു ജനാധിപത്യം എന്നത് പ്രവർത്തിക്കില്ല, അല്ലെ? അപ്പോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എത്തുന്നതും ഭരണാധികാരികളാകുന്നതും പൗരർക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമാവുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ വിചാരണ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ബോധവൽക്കരണം നൽകുക തുടങ്ങിയവയൊക്കെ രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള മാർഗങ്ങളായി കണക്കാക്കുന്നവയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ വിചാരണ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും ഒക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കുക, അതിനായിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ബോധവൽക്കരണം കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം ഇല്ലായ്മ ചെയ്യുകയും ഇതിലൂടെ അത്തരത്തിലൊരു ജനാധിപത്യത്തിന് വെല്ലുവിളിയാകുന്ന വിധത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം ഒരു പരിധിവരെ ഒഴിവാക്കാനാകുന്നതും ആണ്. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് കൂറുമാറ്റം അല്ലെങ്കിൽ ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. 1967 തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. കൂറുമാറ്റം അല്ലെങ്കിൽ ഡിഫൻസ്. ഇതും ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അപ്പോ എന്താണ് ഈ കൂറുമാറ്റം അല്ലെങ്കിൽ ഡിഫെക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിനെ കൂറുമാറ്റം എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുകയും അദ്ദേഹം ആ ഒരു ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധി ആവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ആ ഒരു പാർട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ മാറുന്നതിനെയാണ് നമ്മൾ കൂറുമാറ്റം എന്ന് പറയുന്നത്. ഇതിന് മൂലം എന്ത് സംഭവിക്കുന്നു? തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ ജനപ്രതിനിധികളിൽ അർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിധമാണ്, വിശ്വാസത്തെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലൊരു കൂറുമാറ്റം ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഇത്തരത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഈ ഒരു കൂറുമാറ്റം എന്ന ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് കൂറുമാറ്റം തടയുന്നതിനായിട്ട് 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1985 52ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കുകയുണ്ടായി. 1985 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. നേരത്തെ ചോദിച്ചിട്ടുണ്ട്, പലതവണയായി ചോദിച്ചിട്ടുണ്ട്. 1985 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അംഗങ്ങളുടെ കൂറുമാറ്റം തടയുന്നതിനായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള പദ്ധതിയും ഇവിടെ ആസൂത്രണം ചെയ്യപ്പെടാറുണ്ട്. ഈ പ്രക്രിയയെ റിസോർട്ട് രാഷ്ട്രീയം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പൊ റിസോർട്ട് രാഷ്ട്രീയം എന്ന ഈ ഒരു പ്രക്രിയ എന്താണെന്ന് മനസ്സിലായോ? ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുന്നതിനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് റിസോർട്ട് രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1982 ഹരിയാനയിലാണ് ഇതിന്റെ ഒരു ആരംഭം കാണുന്നത്. അതേ തുടർന്ന് കർണാടകം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമെല്ലാം ഈ ഒരു പ്രവണത കാണാറുണ്ട്. ഇത്തരത്തിൽ
ഇത്തരത്തിൽ കൂറുമാറ്റം എന്നൊരു ആശയം അവിടെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ജനാധിപത്യം എന്നതിന്റെ മൂല്യത്തെ കുറച്ചുകൂടി ഉറച്ചതായി നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ ക്രിമിനൽ വൽക്കരണവും കൂറുമാറ്റവും എല്ലാം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളികളാണ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യം നേരിട്ട നിരവധി പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗം സ്വീകരിച്ചതിലൂടെ നമുക്ക് അതിജീവിക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അതിജീവന ശേഷിയെ പ്രകടമാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സജീവ ഭരണഘടനയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈവ് ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഭരണഘടന എന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ആദരവും വിധേയത്വമാണ് നമ്മുടെ ജനാധിപത്യത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നത്, അർത്ഥപൂർണമാക്കുന്നത്. അപ്പോൾ ഫുൾഫിൽ ചെയ്യുന്നത് എന്ന അർത്ഥത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അധ്യായം ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കുറച്ച് പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഒരു അധ്യായം പൂർത്തിയാക്കിയത്. എല്ലാ ഭാഗവും തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 4 പാർട്ടും കൃത്യമായി നിങ്ങൾ കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. അടുത്ത അധ്യായമായിട്ട് ഉടനെ വരാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.